എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെജിറ്റേറിയൻ റെസിപ്പിയാണ്. പാവയ്ക്ക മോരുകറിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ പാവക്കായ അല്ലെങ്കിൽ കയ്പക്കായ എന്നും പറയും. അപ്പോൾ പാവയ്ക്ക ഇഷ്ടപ്പെടാത്തതിൻ്റെ ഒരു മെയിൻ കാരണം എല്ലാവർക്കും അതിൻ്റെ ആ ഒരു കയ്പ് രസമാണ്. അതുകൊണ്ട് തന്നെ അധികം പേര് ഇത് കഴിക്കില്ല. പക്ഷെ ഇങ്ങനെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ പാവയ്ക്ക കഴിക്കാത്തവരും കഴിച്ചു പോകും. അത്രയ്ക്കും രുചിയുള്ള ഒരു കറിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കയ്പ് രസമൊന്നും അറിയില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ റെസിപ്പി ചെയ്യണമെന്ന് നോക്കിയാലോ. പാവയ്ക്ക കറി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: പാവക്കായ വേണം. പാവക്കായ ഞാൻ 200 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. കയ്പയ്ക്ക എന്നും പറയും. അതുപോലെ തന്നെ പച്ചമുളക് വേണം. ചെറിയ ഉള്ളി 4ആയിട്ട് മുറിച്ചത് ഒരു 10 എടുത്തിട്ടുണ്ട്. കറിവേപ്പില വേണം. ഇഞ്ചി വേണം. പാവയ്ക്ക കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ്. ഇതിലോട്ട് നമ്മളിനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നല്ല നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയാണ്. പച്ചമുളകും കൂടിയും ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളക് നല്ല നെടുകെ കീറിയിട്ടുള്ളതാണ്. നല്ല അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറിയ ഉള്ളിയാണ്. ഇത് 4ആയിട്ട് മുറിച്ചിട്ടുള്ളതാണ്. ഒരുപാട് അങ്ങോട്ട് തിന്നാക്കിയിട്ട് അരിയേണ്ട ആവശ്യമില്ല. ഒരു 10 ചെറിയ ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കാം. ചുവന്നുള്ളി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള പാവക്കായ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ നൈസായിട്ട് അരിയാനായിട്ട് ശ്രദ്ധിക്കുക. പാവക്കായ ചേർത്ത് കൊടുക്കാം. ഇതൊരു വലിയ പാവക്കായാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 200 ഗ്രാം ഉണ്ട്. ഈ പാവക്കായ നമുക്കൊന്ന് ഫ്രൈ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതെന്തിനാ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാവക്കായയുടെ കയ്പ് രസം ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യത്തിനൊന്ന് ഫ്രൈ ആയിട്ട് വരണം. അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇപ്പൊ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. നമ്മുടെ പാവക്കായ അപ്പോൾ അത്യാവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആവണ്ട. ഈ ഒരു പരുവം മതി. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂൺ അല്ല, ചെറിയ ടീസ്പൂൺ ആണ് മുളക് പൊടി. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ കിട്ടുന്നത് പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ്. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് അടിച്ചിട്ടുണ്ട്. നമുക്ക് നാട്ടിലൊക്കെ നല്ല പുളിയുള്ള തൈര് കിട്ടും. അപ്പോൾ ഈ കറിക്ക് ഏറ്റവും നല്ലത് പുളിയുള്ള തൈരാണ്. എങ്കിലും ഇവിടെ കിട്ടുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഈ തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. തൈര് ഒഴിച്ചു കൊടുക്കാം. 2.5 കപ്പ് തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്.
2 കപ്പ് തൈരും 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ടാണ് 2.5 കപ്പിന്റെ അളവ് ഞാൻ പറഞ്ഞത്. ഇനി ഇത് തിളയ്ക്കണ്ട, പക്ഷെ നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. തിളയ്ക്കാൻ അനുവദിക്കരുത്. തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പിരിയും. അപ്പോൾ പിന്നെ കറി കാണാനും കൊള്ളില്ല. അപ്പോൾ തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മതി. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കൈ വിടാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ അത് തിളക്കില്ല. അപ്പോൾ അത്യാവശ്യം തൈര് ചൂടായിട്ടുണ്ട്, നമുക്ക് ഓഫ് ചെയ്യാം. എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പാവയ്ക്ക കഴിക്കാത്തവർ ഇങ്ങനെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും. അപ്പോൾ ഈ കറി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് എന്തായാലും നിങ്ങൾ അറിയിക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.